ഇന്ന് നമ്മുടെ യാത്ര വർക്കലയിലേക്കാണ്. വർക്കല ബീച്ചും ക്ലിഫും ഒക്കെ ഒന്ന് നടന്നു കാണാനാണ് നമ്മുടെ തീരുമാനം. തിരുവനന്തപുരത്തുള്ളവർക്കും കൊല്ലം ജില്ലക്കാർക്കും ഒരു വൺ ഡേ ട്രിപ്പിന് ഒഴിച്ചുകൂടാൻ സാധിക്കാത്ത ഒരു ബീച്ചാണ് വർക്കല. നിരവധി സംസ്ഥാനങ്ങളിൽ നിന്നും വിദേശ രാജ്യങ്ങളിൽ നിന്നു പോലും ധാരാളം സഞ്ചാരികളാണ് ഇപ്പോൾ വർക്കലയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. നമുക്ക് രണ്ട് രീതിയിൽ വർക്കല ബീച്ചിലേക്ക് ഇറങ്ങാം. ഒന്ന്, ജഗന്നാഥ ക്ഷേത്രത്തിന് സൈഡിലൂടെയും, രണ്ട്, വർക്കല ഹെലിപ്പാഡിൽ വാഹനം പാർക്ക് ചെയ്തു. നമ്മൾ നേരെ പോയത് വർക്കല ഹെലിപ്പാഡിലേക്കാണ്. അവിടെ വാഹനം പാർക്ക് ചെയ്ത ശേഷം ആദ്യം വർക്കല ബീച്ചിന്റെ കാഴ്ചകളിലേക്ക് പോകാമെന്നാണ് നമ്മുടെ തീരുമാനം. ഇന്നൊരു ശനിയാഴ്ചയാണ്. ഏതാണ്ട് ഉച്ച കഴിഞ്ഞ നേരമാണ് നമ്മൾ ഇവിടെ എത്തുന്നത്. ഇവിടെ ധാരാളം വാഹനങ്ങൾ പാർക്ക് ചെയ്യാനുള്ള സൗകര്യമുണ്ട്. അത്യാവശ്യം നല്ല രീതിയിൽ വാഹനങ്ങൾ ഇവിടെ ഇതിനോടൊക്കെ എത്തിയിട്ടുമുണ്ട്. എങ്കിലും ഇനിയും ഒരുപാട് വാഹനങ്ങൾ പാർക്ക് ചെയ്യാൻ ഇവിടെ സ്പേസ് ഉണ്ട്. എന്നാൽ വൈകുന്നേരം 4 മണിക്കൊക്കെ ശേഷം ഇതൊന്നുമല്ല കാഴ്ച. നല്ല തിരക്കായിരിക്കും, പ്രത്യേകിച്ച് ശനിയും ഞായറും. വണ്ടി ഒതുക്കി വെച്ച് നമ്മൾ ക്ലിഫിന്റെ ഒരു ഭാഗത്തേക്ക് നടന്നു. അവിടെ നിന്ന് നോക്കിയാൽ വർക്കല ബീച്ച് കാണാം. മാത്രമല്ല നല്ല കിടിലൻ കടലിന്റെ കാഴ്ചയും നമുക്ക് ആസ്വദിക്കാം. അപ്പോൾ അവിടെ നിന്നുള്ള കാഴ്ചയാണിത്. കുറച്ചു നേരം അവിടെ നിന്ന് കടലിന്റെ കാഴ്ചകൾ ആസ്വദിച്ച ശേഷം നേരെ നമ്മൾ ബീച്ചിലേക്ക് പോകാമെന്ന് തീരുമാനിച്ചു. ഈ കാണുന്ന വഴിയിലൂടെ കുറച്ചു നേരം താഴേക്ക് നടന്നു വേണം നമുക്ക് ബീച്ച് ആക്സസ് ചെയ്യാൻ. വഴിയരികിൽ ചില ടാറ്റൂ സെന്ററുകളും ഒരു കഫേയും ഒക്കെ നമ്മൾ കണ്ടു. താഴോട്ടിറങ്ങി പോകുന്ന വഴികളൊക്കെ കല്ലൊക്കെ വിരിച്ചാണ് ഇട്ടേക്കുന്നത്. ഇന്ന് ശനിയാഴ്ച ആയതുകൊണ്ട് തന്നെ ഒരുപാട് സഞ്ചാരികൾ വരുന്നുണ്ട്. ഇപ്പോൾ തന്നെ ഒരുപാട് ഹിന്ദിക്കാരും മറ്റ് സംസ്ഥാനങ്ങളിലുള്ളവരുടെയും എണ്ണമാണ് ഇതിൽ കൂടുതലായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇതാണ് വർക്കല ബീച്ച്. ബീച്ചിൽ ധാരാളം ടൂറിസ്റ്റുകളെ നമുക്ക് കാണാം. ബീച്ചിനരികിലെ പ്രധാന കാഴ്ചകൾ എന്ന് പറയുന്നത് റെസ്റ്റോറൻറ്റുകളും പിന്നെ അവരുടെ സീ ഫേസിംഗ് ആയിട്ട് സെറ്റ് ചെയ്തിരിക്കുന്ന ഡൈനിങ് ഏരിയകളൊക്കെയാണ്. ശരിക്കും ഇവിടെയൊക്കെ രാത്രി സമയത്താണ് കൂടുതൽ എൻഗേജ് ആകുന്നത്. ധാരാളം സഞ്ചാരികൾ ആ സമയങ്ങളിലാണ് ഇവിടെയൊക്കെ എത്തുന്നത്. സോ അതിനു വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പിലാണ് റെസ്റ്റോറൻറ്റുകളെന്ന് തോന്നുന്നു. കടല് കുറച്ച് റഫായതുകൊണ്ട് തന്നെ ടൂറിസ്റ്റുകൾക്ക് കടലിലേക്ക് ഇറങ്ങാനുള്ള അനുവാദമില്ല. ഇപ്പോൾ ബീച്ചിൻ്റെ ഒരു ഭാഗത്തായിട്ട് വേലി കെട്ടി ആൾക്കാരെ റെസ്ട്രിക്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് മാക്സിമം ഇതുവരെ വരെ വന്ന് കടലിൻ്റെ തിരമാലകളും കാഴ്ചകളൊക്കെ കാണാം. അതിനിടയിൽ കൂടെ ഈ ഓവുചാല് നേരെ കടലിലേക്ക് ഒഴുക്കി വിട്ടിരിക്കുന്ന കാഴ്ചകൾ കാണാം. അപ്പോൾ കടൽ നമുക്ക് ശാന്തമാണെന്ന് തോന്നുന്നുവെങ്കിലും എനിക്ക് തോന്നുന്നു എന്തെങ്കിലും ഡേഞ്ചറസ് സിറ്റുവേഷൻ ഉണ്ടാവാം. അതുകൊണ്ടായിരിക്കും പല ഭാഗങ്ങളിലും റെസ്ട്രിക്ഷൻ കൊടുത്തിട്ടുണ്ട്. ഈ വർക്കല ബീച്ചിനെ പാപനാശം ബീച്ച് എന്നും പറയാറുണ്ട്. അതായത് ഇവിടുത്തെ കടലിൽ മുങ്ങി നിവർന്നാൽ ചെയ്ത പാപങ്ങളെല്ലാം കഴുകിപ്പോകുമെന്ന് ഭക്തർ വിശ്വസിക്കുന്നു. അതുകൊണ്ട് തന്നെ ബലിതർപ്പണങ്ങളും മറ്റു കാര്യങ്ങളൊക്കെ ഇവിടെ നടക്കുന്നുണ്ട്. അതുപോലെ ബീച്ചിനോട് ചേർന്നുള്ള പാറക്കെട്ടുകളിൽ നിന്ന് പ്രകൃതിദത്തമായ ശുദ്ധജല ഉറവുകൾ ഒഴുകുന്നുണ്ടെന്നൊക്കെ പറയപ്പെടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ വെള്ളത്തിന് ഔഷധ ഗുണമുണ്ടെന്നും വിശ്വസിക്കപ്പെടുന്നു.
ഈ ഭാഗത്ത് ബീച്ചിലായിട്ട് ധാരാളം മണൽത്തിട്ടകൾ നമുക്ക് കാണാം. എനിക്ക് തോന്നുന്നു ഈ ജഗന്നാഥ ക്ഷേത്രത്തിൽ നിന്നുള്ള ആക്സസ് ഉണ്ടല്ലോ, അത് ഇവിടെ ഈ ഭാഗത്താണ് ഒന്ന് അവസാനിക്കുന്നത്. ഇവിടെ തന്നെ ക്ഷേത്രത്തിൻ്റെ കുറച്ച് കൗണ്ടേഴ്സ് നമുക്ക് കാണാൻ പറ്റും. ഈ ബലിതർപ്പണത്തിനും പൂജകൾക്കും വേണ്ടിയിട്ടുള്ള സൗകര്യങ്ങൾ, അതിനുള്ള റേറ്റ് കാര്യങ്ങളൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ പൂജകളും കാര്യങ്ങളൊക്കെ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള സൗകര്യത്തിനായിരിക്കാം ഇതുപോലെ മണൽത്തിട്ടകൾ ചെയ്തിട്ടേക്കുന്നത്. അപ്പോൾ അവിടെ നിന്നുള്ള ആ സ്ട്രീറ്റിൻ്റെ ഭാഗത്താകെ തന്നെ നിരവധി കച്ചവടക്കാർ ഉണ്ട്. തുണിത്തരങ്ങളും അതുപോലെ തന്നെ കഫേകളും മറ്റ് കൗതുക വസ്തുക്കളും കരകൗശല വസ്തുക്കളൊക്കെ വിൽക്കുന്ന ആൾക്കാരുണ്ട്. സുവനിയർ ഷോപ്പുകളുണ്ട്, ഹോട്ടൽസ് ഉണ്ട്, അതുപോലെ തന്നെ റെസ്റ്റോറൻറ്റ്സ് ഉണ്ട്. അവിടെ നിന്നും ഈ ഭാഗത്തേക്ക് വരുമ്പോഴാണ് ഞാൻ നേരത്തെ പറഞ്ഞ ക്ഷേത്രത്തിൻ്റെ കൗണ്ടേഴ്സ് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് രസീതുകൾ എടുത്തു കഴിഞ്ഞാൽ കടലിൻ്റെ ഭാഗത്തു നിന്ന് നമുക്ക് ബലിതർപ്പണങ്ങളും മറ്റ് പൂജകളും ഒക്കെ ചെയ്യാനുള്ള സൗകര്യം അവർ തന്നെ ഒരുക്കി തരും. നമുക്ക് അവിടെ പൂജാരികളുണ്ട്, അതെല്ലാം നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അവിടെ നിന്ന് നമ്മൾ മറ്റൊരു ഭാഗത്തേക്ക് പോകുമ്പോഴാണ് ഇതുപോലെ നിരനിരയായിട്ട് കഫേകളുടെ ഒരു കാഴ്ച നമുക്ക് കാണുന്നത്. ഇതെല്ലാം തന്നെ സീ ഫേസിംഗ് ആണ്. അപ്പോൾ ഈ കഫേകൾ ഇങ്ങനെ ഉണ്ടെങ്കിലും കടൽ തീരങ്ങളിലേക്ക് നമുക്ക് ഇറങ്ങി നിന്ന് ഫുഡ് കഴിക്കാനുള്ള ഫെസിലിറ്റീസൊക്കെ ഉണ്ട്. അപ്പോൾ ബീച്ചിൻ്റെ കാഴ്ചകളൊക്കെ കണ്ട് നമ്മളിപ്പോൾ നേരെ വന്നിരിക്കുന്നത് വർക്കല ക്ലിഫിലേക്കാണ്. അപ്പോൾ ഈ ക്ലിഫിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇത് ഏകദേശം ഒരു 1 കിലോമീറ്ററോളം നീളത്തിൽ നീണ്ടു കിടക്കുന്ന ഒരു ഷോപ്പിംഗ് സ്ട്രീറ്റ് ആണെന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. പ്രത്യേകിച്ച് ഇതിൻ്റെ വൈബ് അനുഭവിക്കണമെങ്കിൽ നമ്മൾ രാത്രി സമയത്താണ് വരേണ്ടത്. നമുക്കിതിനെ ഒരു നൈറ്റ് ലൈഫ് കേന്ദ്രമെന്ന് വേണമെങ്കിൽ പറയാം. അതായത് രാത്രി സമയത്ത് ഇവിടെ ഭയങ്കര എൻഗേജിങ് ആണ്. കൂടുതൽ സഞ്ചാരികളും ഇവിടെ രാത്രിയാണ് വരുന്നത്. അപ്പോൾ ഇവിടെ ഒരുപാട് ടാറ്റു സെൻ്ററുകളുണ്ട്. പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ കഫേകൾ, അതായത് വർക്കലയിൽ ഏകദേശം അത്യാവശ്യം ഫേമസ് ആയിട്ടുള്ള ഒരുപാട് കഫേകൾ ഈ ഒരു സ്ട്രീറ്റിൻ്റെ ഭാഗത്താണുള്ളത്. ഇത് ഏകദേശം 1 കിലോമീറ്ററോളം നീണ്ടു കിടക്കുന്ന ഒരു ക്ലിഫാണ്. ഒരു സൈഡ് എന്ന് പറയുന്നത് ചെങ്കുത്തായിട്ടുള്ള ക്ലിഫാണ്. ഇത് നശിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ക്ലിഫ് എന്നാണ് വേണമെങ്കിൽ നമുക്ക് പറയാം. കാര്യം ക്ലിഫിൻ്റെ പല ഭാഗങ്ങളും പല വർഷങ്ങളിലായിട്ട് ഇടിഞ്ഞ് താഴ്ന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഈ ക്ലിഫിൻ്റെ ആ ഒരു ഡേഞ്ചറസ് സിറ്റുവേഷൻ മറയ്ക്കുന്നതിന് വേണ്ടിയിട്ട് വേലികളും മറ്റുമൊക്കെ സ്ഥാപിച്ചിട്ടുണ്ട്. പല വ്യൂ പോയിന്റുകളിൽ നിന്ന് നമുക്ക് ഇതുപോലെ കിടിലനായിട്ട് കടലിൻ്റെ കാഴ്ചകൾ നമുക്ക് കാണാം. ഇതുപോലെ ചിലയിടങ്ങളിൽ നമുക്ക് ഹോം സ്റ്റേകളും അതുപോലെ തന്നെ ഹോട്ടലുകളും ചില റിസോർട്ടിൻ്റെ ഭാഗങ്ങളൊക്കെ ഇതുപോലെ കാണുകയും ചെയ്യാം. അപ്പോൾ ഈ വാക്കിംഗ് സ്ട്രീറ്റിലോട്ട് ഒരുപാട് ആൾക്കാർ ഫാമിലി ആയിട്ട് തന്നെ വരുന്നുണ്ട്. അപ്പോൾ ഷോപ്പിങ്ങിന് കൂടുതലുള്ളത് സുവനിയറുകളും അതുപോലെ തന്നെ വീട്ട് സാധനങ്ങൾ, അതുപോലെ തന്നെ ടൂറിസ്റ്റുകൾക്ക് ആവശ്യമുള്ള കുറച്ച് കരകൗശല വസ്തുക്കളൊക്കെയാണ്. ഇപ്പോൾ റെസ്റ്റോറൻറ്റുകളിലൊക്കെ ഒരുപാട് വിദേശികളൊക്കെ നമുക്ക് കാണാം. വിദേശികളും ഹിന്ദിക്കാരും ഒക്കെയാണ് കൂടുതലും ഉള്ളത്. അന്യ സംസ്ഥാനങ്ങളിൽ നിന്ന് ധാരാളം ആൾക്കാർ ഇവിടേക്ക് വരുന്നുണ്ട്. പക്ഷേ ഒരു പ്രശ്നമായിട്ട് എനിക്ക് തോന്നിയെന്ന് പറയുന്നത്, സത്യം പറഞ്ഞാൽ ഇതൊരു കിടിലനൊരു സ്ഥലമാണ്, നല്ല ഭംഗിയുള്ളൊരു സ്ഥലമാണ്. അത് ആ രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഭയങ്കര ഭംഗിയായിരിക്കും, കൂടുതൽ സഞ്ചാരികൾ ആകർഷിക്കാൻ പറ്റും. പക്ഷേ ഇവിടുത്തെ പല കാര്യങ്ങളും വളരെ അൺഓർഗനൈസ്ഡ് ആയിട്ടാണ് നമുക്ക് തോന്നിയത്. അതായത് ഇപ്പം ക്ലിഫിൻ്റെ പല ഭാഗങ്ങളിലും ഇടുങ്ങി താഴ്ന്നത് കൊണ്ട് തന്നെ വേലി ഇട്ടിട്ടുണ്ടെന്ന് പറയും. പക്ഷെ ആ വേലിക്ക് അപ്പുറം എന്ന് പറയുന്നത് ഒരുപാട് പുല്ലുകൾ ഇങ്ങനെ വളർന്നു നിൽക്കുകയാണ്. പല സ്ഥലങ്ങളിലും നമുക്ക് കടൽ നമുക്ക് കാണാൻ സാധിക്കത്തില്ല. ഇതുപോലെ ചില ഓപ്പൺ സ്പേസുകളിൽ മാത്രമാണ് നമുക്ക് വളരെ ഭംഗിയായിട്ടുള്ള ചില കാഴ്ചകൾ കാണാൻ കഴിയുന്നത്. പിന്നെ നമ്മൾ ഈ സ്ട്രീറ്റ് തന്നെ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഈ ഒരു സ്ട്രീറ്റിൻ്റെ 2 സൈഡിലും നിൽക്കുന്ന ചെടികൾ, അതുപോലെ തന്നെ കുറച്ച് ഭംഗിയുള്ള കാഴ്ചകളൊക്കെ ചെയ്തു വച്ചേക്കുന്നത് നമ്മളിവിടുത്തെ ഹോം സ്റ്റേയിലുള്ള ആൾക്കാർ, അതുപോലെ തന്നെ ഇവിടെ കച്ചവടം ചെയ്യുന്ന കടകളിലുള്ള ആൾക്കാരൊക്കെ ചെയ്തു വച്ചേക്കുന്ന അവരുടെ കടയിലേക്കും അല്ലെങ്കിൽ അവരുടെ ഹോം സ്റ്റേയിലേക്കൊക്കെ ആകർഷിക്കാൻ വേണ്ടി ചെയ്തു വച്ചേക്കുന്ന കാര്യങ്ങളാണ്. അതിനപ്പുറത്തേക്ക് നമ്മളൊരു ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റേതായ രീതിയിലുള്ളൊരു മെയിൻ്റനൻസ്, ഒരു ഭംഗി കൂട്ടൽ, അങ്ങനെയുള്ള ഒരു മോടി പിടിപ്പിക്കൽ, ഒരു അടിസ്ഥാന സൗകര്യ വികസനം, അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും തന്നെ നമുക്കിവിടെ കാണാൻ പറ്റില്ല. പിന്നെ ഈ വർക്കല ക്ലിഫിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, തെക്കൻ കേരളത്തിൽ അറബിക്കടലിനോട് ചേർന്ന് ചെങ്കുത്തായ പാറക്കെട്ടുകൾ കാണപ്പെടുന്ന ഒരേ ഒരു സ്ഥലമാണ് ഇത്. ഭൗമശാസ്ത്രപരമായ പ്രത്യേകതകൾ കാരണം ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ വർക്കലയെ ഒരു ദേശീയ ഭൗമശാസ്ത്ര സ്മാരകമായിട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്.
2024 കേരള ടൂറിസം വകുപ്പ് പ്രസിദ്ധീകരിച്ച ഔദ്യോഗിക കണക്ക് പ്രകാരം 5,98,813 ആഭ്യന്തര സഞ്ചാരികളാണ് വർക്കല സന്ദർശിച്ചിട്ടുള്ളത്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ആഭ്യന്തര സഞ്ചാരികൾ എത്തുന്ന ലക്ഷ്യസ്ഥാനങ്ങളിൽ 8ാം സ്ഥാനത്താണ് വർക്കലയുള്ളത്. അതുപോലെ വിനോദസഞ്ചാരികൾ 2024 ഏതാണ്ട് 19,749 പേര് ഇവിടെ എത്തിയിട്ടുണ്ട്. വിദേശ സഞ്ചാരികൾ ഏറ്റവും കൂടുതൽ സന്ദർശിക്കുന്ന ഇടങ്ങളിൽ കേരളത്തിൽ 10ാം സ്ഥാനത്താണ് വർക്കലയുള്ളത്. മൊത്തത്തിൽ 2024 ഏതാണ്ട് 6 ലക്ഷത്തിലധികം വിനോദസഞ്ചാരികളാണ് വർക്കല സന്ദർശിച്ചത്. പാപനാശം ബീച്ചും ചെങ്കുത്തായ ക്ലിഫും നൽകുന്ന സവിശേഷമായ അനുഭവം കാരണം വിദേശികളും സ്വദേശികളുമായ സഞ്ചാരികളുടെ പ്രധാന ഇടമായി വർക്കല മാറിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ അതിനനുസരിച്ചുള്ള സൗകര്യങ്ങൾ ഒരുക്കുന്നതിൽ നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റുകൾ നല്ല രീതിയിൽ പരാജയപ്പെടുന്നുണ്ട്. അതിൻ്റെ നേർചിത്രമാണ് നമ്മളിപ്പോൾ കാണുന്നത്. വാക്കിംഗ് സ്ട്രീറ്റിൻ്റെ ചില സ്ഥലങ്ങളിലൊക്കെ വേൾഡ് കപ്പിൻ്റെ ആവേശങ്ങളുടെ ആ ഒരു തീവ്രതയൊക്കെ നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ നമ്മൾ ഈ സ്ട്രീറ്റ് മൊത്തത്തിൽ നടന്ന് തീർത്തിട്ടില്ല. അതായത് നമ്മൾ പകുതിയൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും തിരിച്ചു പോകുന്നു. അപ്പോൾ നമുക്ക് ഈ സ്ട്രീറ്റ് നേരെ ചെന്ന് എത്തുന്നതെന്ന് പറയുന്നത് മറ്റൊരു ബീച്ചിലോട്ടാണ്. അതായത് ബ്ലാക്ക് സാൻഡ് ബീച്ച് എന്ന് പറഞ്ഞിട്ട് വർക്കലയിൽ തന്നെ വളരെ പോപ്പുലർ ആയിട്ടുള്ള മറ്റൊരു ബീച്ച്. അപ്പോൾ നമ്മളിപ്പോൾ വിചാരിക്കുന്നത് തിരിച്ച് വണ്ടിയിൽ കയറിയിട്ട് ആ ഒരു ഭാഗത്തേക്ക് ബൈക്കിൽ കയറിയിട്ട് ആ ഒരു ഭാഗത്തേക്ക് പോകാമെന്നാണ് വിചാരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ വീണ്ടും തിരിച്ച് നമ്മളെ വണ്ടി പാർക്ക് ചെയ്ത സ്ഥലത്തെത്തി. ഇപ്പോൾ ബ്ലാക്ക് സാൻഡ് ബീച്ചിലെത്തിയപ്പോഴുള്ള കാഴ്ചയാണ് ഇത്. ഇവിടെയും കടൽ കുറച്ച് റഫായതുകൊണ്ട് തന്നെ ബീച്ചിലേക്ക് ഇറങ്ങാൻ കഴിയില്ല. അപ്പോൾ ബീച്ച് മാക്സിമം ഉള്ള ഭാഗമെല്ലാം കടലെടുത്തിട്ടുണ്ട്. അപ്പോൾ കുറച്ച് ഭാഗമേ ഉള്ളൂ. ഇത് ഡേഞ്ചർ ആയതുകൊണ്ടാവാം റെസ്ട്രിക്ഷൻ ഉള്ളത്. ഇവിടുത്തെ പ്രധാന പ്രശ്നവും അടിസ്ഥാന സൗകര്യങ്ങളുടെ ഒരു പ്രശ്നമാണ്. അടിസ്ഥാന സൗകര്യങ്ങൾ ഒട്ടും തന്നെ ഇല്ല എന്ന് പറയാം. ഇവിടേക്കും ധാരാളം സഞ്ചാരികളാണ് എത്തുന്നത്. കൂടുതലും അന്യ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള സഞ്ചാരികളാണ്. അത് എടുത്തു പറയുന്നതിൻ്റെ കാര്യമെന്ന് പറയുന്നത് നമ്മുടെ കേരളം പോലത്തെ ഒരു സംസ്ഥാനത്ത് അവർ വരുമ്പോൾ അവർ എക്സ്പെക്റ്റ് ചെയ്യുന്നൊരു മിനിമം ക്വാളിറ്റി ഉണ്ടല്ലോ. ഇത് കേരളമാണ്. അപ്പോൾ കേരളത്തിൽ ഭയങ്കര വിദ്യാഭ്യാസമുള്ള ജനങ്ങളൊക്കെ ഉള്ള സ്ഥലമാണല്ലോ. അപ്പം അവിടുത്തെ ടൂറിസം ഡെസ്റ്റിനേഷനുകളിലോട്ട് അവർ വരുമ്പോൾ അവർ എക്സ്പെക്റ്റേഷൻ ഉണ്ട്. ആ ഒരു എക്സ്പെക്റ്റേഷൻ ഒരിക്കലും മീറ്റ് ചെയ്യുന്ന രീതിയിലല്ല പല ഭാഗങ്ങളും ഉള്ളത്. അപ്പോൾ കുറച്ചുകൂടി ടൂറിസം എന്നുള്ള രീതിയിൽ വരുമ്പോൾ കുറച്ചുകൂടി അടിസ്ഥാന സൗകര്യങ്ങൾ വേണം. വണ്ടികൾ വരുമ്പോൾ പാർക്കിങ്ങിനുള്ള ഫെസിലിറ്റീസ് വേണം. അതുപോലെ തന്നെ ബീച്ചിൽ വരുമ്പോൾ ബീച്ച് റിലേറ്റഡ് ആയിട്ടുള്ള ആക്ടിവിറ്റീസ്, ടൂറിസ്റ്റുകളെ കൂടുതൽ എൻഗേജ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള കുറച്ച് ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെ കൊണ്ടുവരുന്നതിനൊക്കെ, അതായത് ഒരു വേൾഡ് ക്ലാസ് ബീച്ചാണിത്. ആ ഒരു വേൾഡ് ക്ലാസ് ബീച്ചിന് അതിൻ്റേതായിട്ടുള്ള സൗകര്യങ്ങൾ നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ ഭയങ്കര രീതിയിൽ സഞ്ചാരികളെ നമുക്ക് ആകർഷിക്കാൻ കഴിയും. ഒരു അടിസ്ഥാനപരമായിട്ടുള്ള ഒരു ടോയ്ലറ്റ് ഫെസിലിറ്റി പോലും നമുക്ക് വിസിബിളായിട്ട് കാണാൻ കഴിയില്ല. ഒരു പബ്ലിക് ടോയ്ലറ്റ് പോലും വിസിബിളായിട്ട് കാണാൻ പറ്റാത്ത ഒരു സാഹചര്യം നമ്മുടെ സ്ഥലത്തുണ്ട്. അപ്പോൾ അതെല്ലാം മാറി നമ്മുടെ വർക്കല കുറച്ചുകൂടി കുട്ടപ്പനായിട്ട് വരുമെന്ന പ്രതീക്ഷയിൽ നമ്മൾ ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. പുതിയൊരു വീഡിയോ കാണാം. ബൈ.